2025 SSLC സോഷ്യൽ സയൻസ് എക്സാമിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ഓപ്ഷനുള്ള ചാപ്റ്റർ മാത്രം പഠിച്ചു പോവുക. അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഏതെങ്കിലും ഒരു ബൈ ലൈൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ ഓപ്ഷനിലുപരി നിങ്ങൾക്കറിയാവുന്ന എളുപ്പമുള്ള ചാപ്റ്ററുകളിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ഒരു 10 ഇയേഴ്സിൻ്റെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങൾ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് നോക്കുക. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കൊല്ലം പബ്ലിക് എക്സാമിന് ഞാൻ SSLC എഴുതുമ്പോൾ അതിൽ സോഷ്യൽ സയൻസിൽ ഞാൻ പഠിച്ചു പോയൊരു ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിന് ചോദിച്ച ചോദ്യം ലാൽ, പാൽ, ബാൽ എന്നിവർ ആരൊക്കെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഫോക്കസ് ഏരിയകളിലൊന്നും ഇല്ല, നമ്മളെ സ്റ്റഡി നോട്ടിലില്ല. അതൊക്കെ ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്കേ അത് എഴുതാൻ പറ്റുള്ളൂ. ക്ലാസ്സിൽ നല്ല ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് വായിക്കുക, അതൊക്കെ ചെയ്താൽ മാത്രമേ അത് നമുക്ക് അറിയുള്ളൂ. ഈ ക്വിസ് പ്രോഗ്രാമിനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് തോന്നി. പക്ഷേ എൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരന്മാർക്കൊന്നും ഇത് അത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. കാരണം അത് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചാലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഏതെങ്കിലും ചാപ്റ്ററുകളിൽ നിന്നൊക്കെ പഠിക്കുക. 10 ഇയേഴ്സ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. അത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അതും എഴുതാം. ഓപ്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും 1 മാർക്കോ 2 മാർക്കൊക്കെ അര മാർക്ക് അടക്കം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ A+നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡിനെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടൈം കിട്ടുകയാണെങ്കിൽ മാത്രം എഴുതുന്നത് നിങ്ങളെ A+നെ സഹായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ആൻസറിൽ നല്ല ബ്രീഫായിട്ട് പോയിൻറ്റ്സ് എല്ലാം ഉണ്ടായിരിക്കണം. അല്ലാതെ മലയാളം എഴുതുന്ന പോലെ കാറ്റ് നിറച്ച് എഴുതാതെ പോയിൻറ്റ്സ് വളരെ വ്യക്തമായിട്ട് അണ്ടർലൈനോ ചെയ്താൽ നിങ്ങൾക്ക് നോക്കുന്ന ടീച്ചേഴ്സിൽ ഒരു ഇംപ്രഷൻ മേക്ക് ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാന ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻസ്, അതിൽ ഹിസ്റ്ററിയിൽ നിന്നും 2 ചോദ്യവും ജോഗ്രഫിയിൽ നിന്ന് 2 ചോദ്യമായിരിക്കും. അങ്ങനെ ഹിസ്റ്ററിയിൽ എന്തായാലും ഒരു വിപ്ലവം ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ വിപ്ലവം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള സൂചകങ്ങളുണ്ടാകും. ആ സൂചകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾക്ക് essay എഴുതാൻ. ബാക്കിയുള്ള പോയിൻ്റ് എഴുതണ്ട എന്നല്ല, അതിൽ തന്നിട്ടുള്ള സൂചകങ്ങൾ വെച്ചിട്ട് അതിനെ ലിബറേറ്റ് ചെയ്തിട്ട് വേണം ഒരു essay എഴുതാൻ. വിപ്ലവം ഉണ്ടാകാൻ സഹായിച്ച ചിന്തകർ, അതിൻ്റെ സ്വാധീനം, ചിന്തകർ എഴുതിയ പുസ്തകങ്ങൾ, അവരെഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം പുസ്തകങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ട് അത് എഴുതാം. അവർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ എഴുതാം. ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ പാഠം അറിയാമെന്നുള്ള ബേസിക് കോൺസെപ്റ്റ് അറിയാമെന്നുള്ള കാര്യം നോക്കുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും. ഏതെങ്കിലും ഒരു പോയിൻ്റ് പോയാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, മറന്നു പോയതായിരിക്കും എന്നുള്ളൊരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് ടീച്ചേഴ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ എഴുതുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തായാലും ഒരു മാപ്പിൽ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താൻ ഉണ്ടായിരിക്കും. തുറമുഖങ്ങളാവാം, അങ്ങനെ എന്തും ആയിരിക്കാം, പർവ്വത നിരകളാവാം. അങ്ങനെ എന്തായാലും നിങ്ങൾ നീറ്റായിട്ടത് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. വെട്ടും കുത്തലൊക്കെ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ ആ പേപ്പർ നോക്കുന്ന ആൾക്ക് അതിലും ഒരു ഇംപ്രഷൻസ് ഉണ്ടാക്കുകയാണ് ഈ പരീക്ഷയിലുള്ള ഒരു ലക്ഷ്യം. നമുക്ക് ആരോ അറിയാത്ത ടീച്ചേഴ്സ് നോക്കുന്നു, നമ്മളെക്കുറിച്ചൊരു അറിവുമില്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന പരീക്ഷയിലാണ് നമുക്ക് ഇംപ്രഷൻസ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് പോയിൻ്റ്, അതായത് 5ാമത്തെ പോയിൻ്റ്, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നു. 1 വർഷം പഠിച്ച കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് ഒരു 2 മണിക്കൂറിൻ്റെ പരീക്ഷ, 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയും അത്ര നേരം ആ 1 വർഷം പഠിച്ചുള്ള കാര്യങ്ങൾ 2 മണിക്കൂറിൽ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൽ നിങ്ങൾ എഴുതുന്നു. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് മാത്രം പഠിച്ചു പോയിട്ട് ടെൻഷൻ ഇല്ലാതെ എഴുതാം. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ല, അതുകൊണ്ട് ടെൻഷൻ ഉണ്ടാവും. അത് സാധാരണയാണ്. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കൂ, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. അത് ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതി അത് കഴിഞ്ഞിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആവും. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ ആ അറിയാത്ത ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾ ഏതെങ്കിലും നോട്ടിൽ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിക്കുമ്പോഴോ ക്ലാസ്സിലിരുന്ന് ടീച്ചർ പറയുമ്പോഴോ കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഓർക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുമായി സാദൃശ്യം തോന്നുന്ന പോയിൻറ്റുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഏത് ഒരു ക്വസ്റ്റ്യനും വിടാതെ എഴുതുകയാണ് നിങ്ങൾക്ക് നല്ലത്.
അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും SLC സോഷ്യൽ സയൻസ് എക്സാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചതെല്ലാം എഴുതാൻ കഴിയട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.